ചങ്ങന്മാരെ നമ്മളൊരു യാത്രയിലാണ് കേട്ടോ, ദമാമിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴി നമ്മുടെ സൽവാർ ഹോട്ടലിൽ നിർത്തിയതാണ് ബുക്കൂതിൽ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലത്തെ ഒന്ന് റിഫ്രഷ് ആവണം, പിന്നെ എന്തെങ്കിലും ലൈറ്റായിട്ടൊന്ന് കഴിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, രാത്രി ഏകദേശം 10 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ അവിടുന്ന് ഒരു സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് യാത്ര തുടർന്നു കേട്ടോ. പിന്നെ ബോർഡറിലെത്തിയപ്പോൾ തന്നെ വണ്ടിയിലൊരു ഫൈൻ ഉള്ളതുകൊണ്ട് തന്നെ ബോർഡറിൽ നമുക്ക് എമിഗ്രേഷനിലൊക്കെ ഇറങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് നേരെ ബോർഡർ കടന്ന് നമ്മുടെ ഒരു ഫേവറേറ്റ് മന്തി സ്പോട്ട് ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച മന്തി കിട്ടിയില്ല കേട്ടോ, അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മഗ്ലൂബി സുർബിയാനി അതിലേതെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അവസാനം കിട്ടിയത് കുക്കർ മന്തിയിലായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ബാർബിക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിച്ചു. പിന്നെ കുട്ടികളൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. കാരണം അവിടെ മജ്ലിസൊക്കെ കാലിയായി കിടക്കുന്നതുകൊണ്ട് അതിലൂടെ ഓടിക്കളിയും ചടിക്കളിയൊക്കെ ആയിരുന്നു. അങ്ങനെ അവരങ്ങ് എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു വയറ് നിറഞ്ഞു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മക്കളെ കടത്തി ഉറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഞാൻ എയറൊക്കെ അടിച്ച് അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. രണ്ടാളും നല്ല ചാടിക്കളിയായിരുന്നു അതിനകത്ത് കിടന്നിട്ട്. അപ്പോൾ അത് അവരങ്ങ് എൻജോയ് ചെയ്തു കേട്ടോ. ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഒരു ഓൺ പ്രൊഡക്റ്റാണ് കേട്ടോ. നമ്മുടെ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് ഓട്ടോഗാർഡിൻ്റെ ഒരു ഹെഡ്ലൈറ്റാണ്. നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും, ഒട്ടുക്കത്തെ പവറാണ് കേട്ടോ. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ നമ്മൾ കോൺടാക്ട് ചെയ്യണം കേട്ടോ. ഇതിൽ ഞാൻ എൻ്റെ PM വന്നാൽ മതി, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ അവിടെ എത്തി ദമാമിലെത്തി നോക്കിയപ്പോഴേക്ക് രണ്ടാളും നല്ല ഉറക്കം നമ്മുടെ ഹോട്ടൽ റൂമിലെത്തി. അങ്ങനെ ഒന്ന് ഫ്രഷായി. അങ്ങനെ അവിടെ അന്നത്തെ ദിവസം നമ്മൾ സെറ്റ് ചെയ്തു കേട്ടോ.